ലഹരിക്കൊലപാതകം. അമ്മയെ മകൻ മർദ്ദിച്ചു കൊന്നു. ആലപ്പുഴ ജില്ലയിൽ ഒരാഴ്ചത്തെ ഇടവേളയ്ക്കിടെ കായംകുളത്തിന് പിന്നാലെ മാവേലിക്കരയിലും ലഹരിക്കൊലപാതകം. മാവേലിക്കര കല്ലുമലയിലാണ് മകൻ അമ്മയെ അടിച്ചു കൊന്നത്. കല്ലുമല പുതുച്ചിറ ഭാഗത്ത് കോടംപറമ്പിൽ വീട്ടിൽ 69-കാരി കനകമ്മ സോമരാജനാണ് കൊല്ലപ്പെട്ടത്. ഏക മകൻ ഉണ്ണി എന്ന് വിളിക്കുന്ന 39-കാരൻ കൃഷ്ണദാസാണ് അമ്മയെ കൊലപ്പെടുത്തിയത്. സ്വത്ത് തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് അറിയുന്നത്. മാവേലിക്കര നഗരസഭ മുൻ കൌൺസിലർ കനകമ്മ സോമരാജനും കൃഷ്ണദാസും മാത്രമായിരുന്നു വീട്ടിൽ താമസം. BSc നഴ്സിംഗ് പഠനം നടത്തിയിരുന്നെങ്കിലും ഇലക്ട്രീഷ്യനായാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത്. പ്രേമവിവാഹമായിരുന്നെങ്കിലും വിവാഹമോചിതനാണ്. സ്ഥിരം മദ്യപാനിയായിരുന്ന ഇയാൾ ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു. 6 മാസങ്ങൾക്ക് മുമ്പാണ് തിരികെ വീട്ടിലെത്തിയത്. അടുത്തിടെയായി വീണ്ടും മദ്യപാനം തുടങ്ങിയിരുന്നുവെന്നും അമ്മയെ പതിവായി മർദ്ദിച്ചിരുന്നതായും ബന്ധുക്കൾ പറയുന്നു. ഇതിന്റെ പേരിൽ നിരവധി തവണ മാവേലിക്കര പോലീസ് സ്റ്റേഷനിൽ മാതാവ് പരാതിയും നൽകിയിട്ടുണ്ട്. കല്ലുമല മാഞ്ഞാടി ഭാഗത്ത് താമസിച്ചിരുന്ന ഇവർ 20 വർഷം മുമ്പാണ് പുതുച്ചിറയിൽ വീടും വസ്തുവും വാങ്ങി താമസം മാറിയത്. കല്ലുമലയിലെ വീട് ഇപ്പോൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. കനകമ്മയുടെ ഭർത്താവ് സോമരാജൻ CPIയുടെ നേതാവായിരുന്നു. കനകമ്മയും CPIയുടെ പാനലിലാണ് കൌൺസിലറായി വിജയിച്ചത്. സോമരാജന്റെ മരണത്തിന് ശേഷമാണ് കൃഷ്ണദാസ് സ്ഥിരം മദ്യപാനിയായി മാറിയത്. പ്രേമവിവാഹത്തെ മാതാവ് അംഗീകരിക്കാത്തത് കൃഷ്ണദാസിന് അമ്മയോടുള്ള വിരോധത്തിന് കാരണമായിരുന്നു. വിവാഹമോചനം നേടിയിരുന്നെങ്കിലും ഭാര്യയുമായി അടുപ്പം പുലർത്തുന്നുണ്ടായിരുന്നു. ഇവരുടെ ചികിത്സയ്ക്കുള്ള പണം ആവശ്യപ്പെട്ട് നിരന്തരം മാതാവുമായി കലഹിക്കുമായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കനകമ്മയുടെ പേരിൽ കൊറ്റാർക്കാവിലുള്ള 10 സെന്റ് സ്ഥലം അടുത്ത ദിവസം വിൽപ്പന നടത്താനിരിക്കുകയായിരുന്നു. ഈ പണത്തിൽ ഒരു പങ്ക് മരുമകളുടെ ചികിത്സയ്ക്ക് നൽകിയ ശേഷം അമൃതാനന്ദമയി മഠത്തിലേക്ക് താമസം മാറാനിരുന്നതാണ് കനകമ്മ. പണത്തിന്റെ വിഹിതത്തെ ചൊല്ലിയുള്ള തർക്കമാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് കരുതുന്നു. കിടപ്പുമുറിയിലെ കട്ടിലിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. കട്ടിലിൽ കിടന്ന മെത്ത വലിച്ചു കീറിയ നിലയിലാണ്. നെറ്റിയിൽ ശക്തമായി അടിച്ച പാടുണ്ട്. അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം കൃഷ്ണദാസ് തന്നെയാണ് സുഹൃത്തിനെയും പോലീസിനെയും വിവരം അറിയിച്ചത്. വിവരമറിഞ്ഞെത്തിയ പോലീസ് ഇയാളെ മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് പിടികൂടിയത്. ചെങ്ങന്നൂർ DYSP ബിനുകുമാർ വീട്ടിലെത്തി പരിശോധന നടത്തി. വീട്ടിന്റെ മുകളിലത്തെ നിലയിൽ ധാരാളം മദ്യക്കുപ്പികളും മാതാവ് മരിച്ചു കിടന്ന താഴത്തെ നിലയിൽ സിഗരറ്റ് കുറ്റികളും കിടന്നിരുന്നു. ആധാരം നടത്താൻ നിശ്ചയിച്ചിരുന്ന വസ്തുവിന്റെ പ്രമാണവും മുൻവശത്തെ മുറിയിലുണ്ടായിരുന്നു. ഫോറൻസിക് വിഭാഗവും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. കനത്ത മർദ്ദനമേറ്റതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നൽകുന്ന പ്രാഥമിക സൂചന. കൊലപാതക കാരണവും രീതിയും അറിയാനായി കൃഷ്ണദാസിനെ മാവേലിക്കര CI ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു വരികയാണ്.